US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ലോകത്തെ അമ്പരപ്പിക്കുന്നത്. നല്ല അർത്ഥത്തിലല്ല ഇത് പറയുന്നത്. കിറുക്കൻ നിലപാടുകളുടെ പേരിലാണ് ലോകത്തിലെ സൂപ്പർ പവർ രാജ്യം നാണം കെടുന്നത്. ഏറ്റവും ഒടുവിൽ റഷ്യയോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയിരിക്കുകയാണ് ട്രംപ്. തികച്ചും അപ്രതീക്ഷിതമായാണ് US യമൻ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയത്. യമനിലെ സായുധ ഗ്രൂപ്പായ ഹൂതികളെ തകർക്കാൻ എന്ന പേരിലാണ് ട്രംപ് ആക്രമണം നടത്തിയത്. പിന്നാലെ ഹൂതികളും US നേരെ തിരിച്ചടിച്ചു. US-ൻ്റെ അത്യാധുനിക യുദ്ധക്കപ്പലായ USS ഹാരിസ് ട്രൂമാൻ ലക്ഷ്യമിട്ടായിരുന്നു ഹൂതികളുടെ ആക്രമണം. US-ൻ്റെ ആക്രമണത്തിന് മറുപടിയായി തുടർച്ചയായി തന്നെ ഹൂതികൾ USS ട്രൂമാനെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി. കനത്ത നാശമാണ് US-ന് ഹൂതികൾ നൽകിയത്. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ US യമനിലേക്കുള്ള ആക്രമണം അവസാനിപ്പിച്ചു. എന്താണ് വേഗത്തിൽ ആക്രമണം നിർത്താൻ US-നെ പ്രേരിപ്പിച്ചത്? ഒരു ഇസ്രായേൽ ദിനപത്രം ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. ഇസ്രായേൽ പത്രമായ കാൽക്കലിസ്റ്റാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. US യുദ്ധക്കപ്പൽ ഹൂതികളുടെ ഹൈപ്പർസോണിക് മിസൈൽ ആക്രമണത്തിന് ഇരയായിരുന്നു. ഇതിനെ തുടർന്നാണ് യമനെതിരായ ആക്രമണം പെട്ടെന്ന് നിർത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതെന്നാണ് പ്രമുഖ ഇസ്രായേൽ പത്രം അവകാശപ്പെടുന്നത്. മെയ് മാസത്തിലെ ഹൂതികളുടെ ആക്രമണം വൈറ്റ് ഹൗസിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചു. നാണക്കേട് ഒഴിവാക്കാനാണ് US നിശബ്ദമായി പിൻവാങ്ങിയതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആക്രമണത്തിനിടെ US-ൻ്റെ വിമാനവാഹിനി കപ്പൽ ഒഴിഞ്ഞുമാറൽ നീക്കം നടത്തിയപ്പോൾ ഒരു F-18 വിമാനം ചെങ്കടലിൽ വീണ് തകർന്നു. വിമാനവാഹിനി കപ്പലിനുണ്ടാകുന്ന ഏതൊരു നാശനഷ്ടവും US-ൻ്റെ അന്തസ്സിന് കോട്ടം തട്ടുമെന്ന് US നാവിക ഉദ്യോഗസ്ഥർ ട്രംപിന് മുന്നറിയിപ്പ് നൽകി. യമൻ്റെ മിസൈൽ ഡ്രോൺ ആക്രമണത്തെ വലിയ ഭീഷണിയായാണ് റിപ്പോർട്ടിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള US നാവികസേനയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടാണ് ഏറ്റുമുട്ടലിനെ വിശേഷിപ്പിച്ചത്. US, UK, ഇസ്രായേൽ എന്നിവയുടെ കനത്ത വ്യോമാക്രമണങ്ങൾക്കിടയിലും US ആധിപത്യം തകർക്കുകയും ഇസ്രായേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത യമൻ്റെ നടപടിയെ ഇരട്ട വിജയമായും പത്രം ചിത്രീകരിച്ചു. US-ൻ്റെ ഇറാൻ ആക്രമണവും ഒരു പരാജയമായിരുന്നു. അപ്രതീക്ഷിതമായിട്ടാണ് US ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചത്. എന്നാൽ ഇറാൻ തിരിച്ചടിച്ചു. ഖത്തറിലെ US-ൻ്റെ സൈനിക താവളം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തി. ആക്രമണത്തിന് പിന്നാലെ US യുദ്ധത്തിൽ നിന്ന് പിന്മാറി. മാത്രമല്ല ഇസ്രായേലിനെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ചെയ്തു.